സർ, ഇൻഡേസ് എന്നും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതൊന്ന് ബ്രീഫ് ചെയ്യാവോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇൻഡേസും രണ്ടും ഇന്ത്യയിൽ നിലവിലുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, അതിനെ AS എന്ന് വിളിക്കുന്നു. ഇൻഡേസും നിലവിലുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1977 ഉണ്ടായതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസിന്റെ പാറ്റേൺ മാറി, പിന്നെ ഗ്ലോബലൈസേഷൻ വന്നു. നമ്മൾ ഇന്ത്യയിലുള്ളവർ വെളിനാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ക്രോസ് ബോർഡർ ഫ്ലോ ഓഫ് മണി ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ അന്തർദേശീയ തലത്തിൽ ബിസിനസിന്റെ സ്വഭാവം മാറിയപ്പോൾ ഇന്റർനാഷണൽ ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS തന്നെ പോരാ, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോരാന്ന് തോന്നിയിട്ട് 2001 ഈ IFRS വന്നത്. അതൊരു പുതിയ സ്റ്റാൻഡേർഡ് കമ്പാരിറ്റീവ്ലി. അങ്ങനെ വന്നപ്പോൾ ആ സ്റ്റാൻഡേർഡിന്, അതായത് IASന്റെ ചില ബേസിക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത് തന്നെയാണ്, പക്ഷെ ചില പുതിയ സാധനങ്ങൾക്ക് വേണ്ടി IFRS കൊണ്ടുവന്നു. ആ IFRS വന്നപ്പോൾ ഇന്ത്യക്ക് അതിനനുസരിച്ചൊരു മാറ്റം ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ത്യക്ക് IFRSന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു പുതിയ സ്റ്റാൻഡേർഡിന്റെ ആവശ്യമുണ്ട്. പല അന്തർദേശീയ രാഷ്ട്രങ്ങളും IFRS അതേപോലെ അങ്ങ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ ദുബായ്, അബുദാബി അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾക്ക്, അങ്ങനെ 184 രാഷ്ട്രങ്ങളിൽ ഈ IFRS ആണ്. അതുകൊണ്ടാണ് നമ്മൾ ACCA കോഴ്സ് പഠിപ്പിക്കുമ്പോൾ പറയും അത് 184 രാഷ്ട്രങ്ങളിൽ അത് ബാധകമാണെന്ന്. കാരണം അവർക്ക് വേറെ സ്വന്തമായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ IFRSുമായിട്ട് കിടപിടിക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റാൻഡേർഡ് സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കി, ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അത് IFRSുമായിട്ട് ഇങ്ങനെ അലൈൻ ആവും. IFRSും ഇത് ഒന്നാണ്, ഏകദേശം 99%. അങ്ങനെ ഇന്ത്യ ഒരു IFRSന് തത്തുല്യമായ ഒരു സ്റ്റാൻഡേർഡ് നിർമ്മിച്ചതിനെ കൺവെർജൻസ് എന്ന് പറയും. IFRSനെ കൺവെർജ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ കൺവെർജ് ചെയ്ത സ്റ്റാൻഡേർഡിനെ ഇൻഡേസ് എന്ന് പറയും. അപ്പൊ ഇന്ത്യയിൽ ASും ഉണ്ട്, ഇൻഡേസും ഉണ്ട്. AS പൊതുവെ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു 250 crores മുകളിൽ നെറ്റ്വർത്ത് ഒക്കെ ഉള്ള വലിയ ലിസ്റ്റഡ് കമ്പനീസ് ആണ് ഇൻഡേസ് ഫോളോ ചെയ്യുന്നത്. അതിന് താഴെയുള്ള പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ്സ്, അല്ലാത്ത കൊച്ചു കൊച്ചു കമ്പനികൾ, ഇങ്ങനെയുള്ളവരാണ് AS ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ രണ്ടും ഇന്ത്യയിലുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ AS നമ്മൾ CAയുടെ ലെവലിൽ നോക്കുമ്പോൾ CA ഇന്റർമീഡിയറ്റിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഫൈനലിന് ഇൻഡേസും പഠിപ്പിക്കുന്നുണ്ട്. അത് IFR എന്നുള്ള പേപ്പറിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ പൊതുവായിട്ടൊരു താല്പര്യത്തിന് വേണ്ടി പറയാണ്, ഇപ്പൊ ഇത്തരം പ്രൊഫഷണൽ കോഴ്സിൽ മാത്രമേ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇൻഡേസും ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സുമായിട്ട് കിടപിടിക്കാൻ വേണ്ടി ഇപ്പൊ സിലബസ് റിവിഷൻ കേരള യൂണിവേഴ്സിറ്റികളിൽ വന്നപ്പോൾ ഞാൻ അതിന്റെ പങ്കാളിയായിരുന്നു. അതിൽ ആ സിലബസ് റിവിഷൻ ഏത് രീതിയിൽ പോകണം എന്നുള്ളതിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ പറയാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി തലത്തിലും വരുന്നുണ്ട്. അപ്പൊ പുതിയ സിലബസ് റിവിഷൻ പല യൂണിവേഴ്സിറ്റികളിലും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ശരിയല്ല, കാരണം ഇപ്പോൾ പങ്കെടുത്തതേ ഉള്ളൂ. അത്തരം യൂണിവേഴ്സിറ്റികളിലെ കോഴ്സിൽ പോലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു ട്രെൻഡിലേക്കാണ് വിദ്യാഭ്യാസം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.